ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു സിമ്പിൾ വാൾ പ്ലാൻ പോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാൻ പോട്ട് നമ്മൾ വാളിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓൾസോ ഇതൊരു വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് പെയിന്റിംഗ് ബ്രഷ് കൊണ്ട് നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെന്ററിലായിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് വീസി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പേപ്പർ നമുക്ക് ഡ്രൈ ആകുമ്പോഴത്തേക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഇതുപോലെ പേപ്പർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്പേസിലാണ് നമ്മൾ പ്ലാന്റ് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വലുതായിട്ട് തട്ടലും മുട്ടലൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. പെയിന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിങ്ക്, യെല്ലോ, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ. ബോഡിയിൽ ഫുൾ ആയിട്ട് ഒന്ന് പിങ്ക് കൊടുത്തിട്ട് യെല്ലോ പെയിന്റ് വെച്ച് കുറച്ച് പുഷ്പങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും എന്റെ ഒരു ബോട്ടിൽ പെയിന്റ് തട്ടി കളഞ്ഞതിന് പൂച്ചസാറിന് ഞാൻ നല്ല വഴക്ക് കൊടുക്കും. ഞാൻ 2 ഹോളിൽ ഇതുപോലെ ഒരു ത്രെഡ് നമുക്ക് കെട്ടി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു വാൾ പ്ലാൻ പോട്ട് നമുക്ക് വാളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സംഭവം. അടിപൊളിയല്ലേ? അപ്പൊ ഇതൊരു ഭയങ്കര സിമ്പിൾ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. വീടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.